അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ മക്കയിൽ നിന്നും വല്ലാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും യാതനകളും നേരിടേണ്ടി വന്നപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം വിശുദ്ധ മക്കയിൽ നിന്നും ഹബീബായ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി. ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ടി വന്നു. രാവും പകലും കൂടിയിട്ട് സുമാർ 500 കിലോമീറ്ററുകൾ താണ്ടി 8 ദിവസങ്ങൾക്ക് ശേഷമാണ് റബീഉൽ അവ്വൽ 8-ാം തീയതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ മദീനയിലേക്ക് എത്തി. മദീനയിലേക്ക് എത്തുമ്പോൾ ആദ്യമായി എത്തുന്നത് മസ്ജിദുൽ ഖുബയിലേക്കാണ്. മസ്ജിദുൽ ഖുബ നിങ്ങൾക്കറിയാം, മദീനയിൽ ആദ്യമായി പള്ളി നിർമ്മിക്കുന്നത് ഹബീബായ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുക്കരങ്ങളെ കൊണ്ട് നിർമ്മിക്കുന്ന ആദ്യത്തെ പള്ളിയാണ് മദീനയിൽ. ആ മദീനയുടെ മസ്ജിദുൽ ഖുബയുടെ വിശേഷണം അറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, വിശുദ്ധ ഖുബായിൽ ആരെങ്കിലും 2 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ, സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഉംറയുടെ പ്രതിഫലം നൽകുമെന്ന് ഹബീബായ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നേരിട്ട് പറയുകയുണ്ടായി. തൻ്റെ കൂടാരത്തിൽ നിന്ന്, തൻ്റെ വീട്ടിൽ നിന്ന്, അതല്ലെങ്കിൽ താൻ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഒളു കൊടുത്ത് വിശുദ്ധ മസ്ജിദുൽ ഖുബയിൽ വന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു ഉംറയുടെ പൂർണ്ണമായ ഉംറയുടെ പ്രതിഫലം കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ മസ്ജിദുൽ ഖുബയാണ് കാണുന്നത്. മസ്ജിദുൽ ഖുബയുടെ തൊട്ടുചാരത്ത് തന്നെ കിടക്കുന്നുണ്ട് മഹാനായ ഹബീബായ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം. ആ മോതിരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിൽ നിന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് കിട്ടി. അവരുടെ കാലശേഷം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കരങ്ങളിൽ കിട്ടി. അവരുടെ കാലശേഷം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്നും ആ മോതിരം നഷ്ടപ്പെട്ടു. ആ മോതിരം നഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ കാണുന്നത്. ബിഅ്റു ഖാത്തം എന്ന പേര് പറയപ്പെടുന്നു. മസ്ജിദുൽ ഖുബയുടെ തൊട്ടുചാരത്ത് കിടക്കുന്ന ബിഅ്റു അരീസ് എന്ന് പറയപ്പെടുന്ന, അരീസ് കിണർ എന്ന് പറയപ്പെടുന്നു, ബിഅ്റു ഖാത്തം എന്ന് പറയപ്പെടുന്നു. എന്നാൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണർ വല്ലാതെ ഒരുപാട് തെരഞ്ഞു, കണ്ടിട്ടില്ല, മോതിരം കണ്ടിട്ടില്ല. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രാജാധികാരിയായ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ മസ്ജിദുൽ ഖുബയിലേക്ക് വന്നിട്ട് അവിടെ തിരയുകയുണ്ടായി. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരുപാട് തെരഞ്ഞുവെങ്കിലും ആ കിണറിൽ നിന്ന് മോതിരം കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ കിണർ മൂടുകയുമുണ്ടായി. ആ കിണറിൻ്റെ സ്ഥലമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന തൊട്ടടുത്ത് കിടക്കുന്ന മസ്ജിദുൽ ഖുബ ഹബീബായ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പിന്നീട് പുനർനിർമ്മിക്കുന്നത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അവർക്ക് ശേഷം പിന്നീട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് അസീസ് രാജാവിൻ്റെ കാലത്താണ് ഈ കാണുന്ന രൂപത്തിൽ മസ്ജിദുൽ ഖുബായിനെ പുനർനിർമ്മിച്ചത്. ഈ മസ്ജിദുൽ ഖുബായിൽ വന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാനും പുണ്യ അമലുകൾ ചെയ്യാനും റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ക്ഷമിക്കണം, അവസാനമായി ഈ പള്ളി മസ്ജിദുൽ ഖുബായിനെ പുനർനിർമ്മിക്കുന്നത് മഹാനായ ഫഹദ് രാജാവാണ്. പിന്നീട് ഇസ്ലാമിൻ്റെ മദീനയിലെ 2ാമത്തെ പള്ളി നിർമ്മിക്കുന്നത് മസ്ജിദുൻ നബവിയാണ്. ഹബീബായ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ ഷരീഫിൻ്റെ ചുറ്റുഭാഗത്തുള്ള മസ്ജിദുൻ നബവിയാണ് 2ാമതായി മദീനയിൽ നിർമ്മിക്കുന്നത്. അല്ലാഹു തആല എല്ലാ ചരിത്രങ്ങളും ഭംഗിയായി മനസ്സിലാക്കാനും മുത്തുനബി തങ്ങളെ സിയാറത്ത് ചെയ്യാനും പുണ്യമായ അമൽ ചെയ്യാനും റബ്ബിലേക്ക് അടുക്കാനും റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.